മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. വിദുരന്റെ ഉപദേശങ്ങൾ 5000 വർഷങ്ങൾക്ക് മുമ്പ് വിദുരൻ തൻ്റെ ജ്യേഷ്ഠനായ ധൃതരാഷ്ട്രർക്ക് കൊടുത്ത ഉപദേശങ്ങളിൽ ഒത്തിരി പേർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അത് ഒരു 10-25 പോയിന്റ് വായിക്കാം. ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ പകർത്താവുന്ന ചില കാര്യങ്ങളാണ്. ഇന്നലെ ഒരു പ്രഭാഷണത്തിൽ കുറേ പേരുണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. ഇതിലൊരു വ്യക്തി പറയുമായിരുന്നു, ഇന്നലെ രാവിലെ ആൾ ഇന്ത്യ റേഡിയോയിൽ രാവിലെ ചെറിയൊരു സന്ദേശം ഞാൻ കൊടുത്തത് റീബ്രോഡ്കാസ്റ്റ് ചെയ്തിരുന്നു. നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ എന്ന് പറഞ്ഞ മഹാകവി ഉള്ളൂരിൻ്റെ വരി അദ്ദേഹം പറയായിരുന്നു, ആ ചെറിയൊരു സന്ദേശം മനസ്സിനെ ഒത്തിരി അധികം സ്വാധീനിക്കുന്നു എന്ന്. കുറച്ചു കാലത്തേക്കാണെങ്കിലും ഓരോ ഉപദേശങ്ങളും ഓരോ സന്ദേശങ്ങളും നമ്മളെ സ്വാധീനിക്കുകയാണെങ്കിൽ നമ്മളിലുള്ള മാറ്റത്തിന് അത് കാരണമാകും. കുറച്ച് പോയിന്റുകൾ ഞാൻ വിവരിക്കുന്നു. 75 പോയിന്റുകൾ വരെ കഴിഞ്ഞ പ്രാവശ്യം വിവരിച്ചു. ഇനി 76ാമത്തെ പോയിന്റ് മുതൽക്ക് വിവരിക്കുന്നു. 8 സുഖങ്ങളാണ് ലൗകിക ജീവിതത്തിൽ എന്നും പുതുമയാർജിച്ചുകൊണ്ട് നിലനിൽക്കുന്നത്. 8 സുഖങ്ങളാണുള്ളത്. 1, സ്നേഹിതന്മാരുമായുള്ള പുനഃസമാഗമം. 2, ധാരാളം സ്വത്ത് കൈവരിക്കല്. പുത്രനെ ആലിംഗനം ചെയ്യല്. മൈഥുന അവസാനത്തിലുള്ള തളർന്നു വീഴല്. സന്ദർഭോചിതമായ പ്രിയ വചനങ്ങള്. സ്വന്തം സമുദായത്തിൽ ഔന്നിത്യം പ്രാപിക്കല്. അഭീഷ്ട വസ്തുക്കള്, ഇഷ്ടമുള്ള കാര്യങ്ങള് പ്രാപിക്കല്. ജനസദസ്സിൽ ബഹുമാനിതനാകല്. ഈ 8 കാര്യവും വളരെയധികം സ്ഥിരമായിട്ട് എത്ര പ്രാവശ്യം ലഭിച്ചാലും മതി വരാത്തതാണ്. അടുത്ത പോയിന്റ്, പുരുഷന്റെ കീർത്തിയെ വർദ്ധിപ്പിക്കുന്നത്. പുരുഷന്റെ ഉദ്ദേശിച്ചത് മനുഷ്യന്റെ കീർത്തിയെ വർദ്ധിപ്പിക്കുന്നത് 8 ഗുണങ്ങളാണ്. 1, ബുദ്ധിശക്തി. 2, കുലീനത, മനോനിയന്ത്രണം, ശാസ്ത്രജ്ഞാനം, പരാക്രമം, മിതമായ ഭാഷിത്വം, സ്വശക്തിക്കനുസരിച്ചിട്ടുള്ള ദാനതൽപരത, മറ്റുള്ളവരെ സഹായിക്കാനുള്ള തൽപരത, കൃതജ്ഞത, നമ്മളോട് മറ്റുള്ളവർ കാണിക്കുന്ന കൃതജ്ഞത, നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്ന കൃതജ്ഞതയാണ് ഒരു മനുഷ്യന്റെ കീർത്തിയെ വർദ്ധിപ്പിക്കുന്നത്. അടുത്ത പോയിന്റ്, ഏതൊരു പണ്ഡിതൻ ഈ ശരീരത്തെ 9 ദ്വാരങ്ങളോട് കൂടിയതും 3 സ്തംഭങ്ങളോട് കൂടിയതും, വാത പിത്ത കഫ പ്രകൃതിയോട് കൂടിയതും 5 ജ്ഞാനേന്ദ്രിയങ്ങളാകുന്ന സാക്ഷികളോട് കൂടിയതും ആത്മാവിൻ്റെ നിവാസസ്ഥാനമാകുന്നതുമായി അറിയുവാൻ ശ്രമിക്കുന്നുവോ അയാൾ മഹാജ്ഞാനിയാണ്. അടുത്ത പോയിന്റ്, മദ്യപിച്ചവൻ, അഹങ്കാരി, ഭ്രാന്തൻ, ക്ഷീണിതൻ, ക്രോധാക്രാന്തൻ, വിശന്നു വലഞ്ഞവൻ, തിടുക്കം പിടിച്ചോടുന്നവൻ, ലോഭത്തിന് വശംവദനായവൻ, ഭയഭീതൻ, കാമാന്തൻ, ഇവരിൽ നിന്ന് ധർമാനുസൃതമായ പ്രവൃത്തികൾ പ്രതീക്ഷിച്ചുകൂടാ. ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്ന വ്യക്തികളാണെങ്കിൽ പോലും ചിലപ്പോൾ ചില വിഭാഗത്തിൽപ്പെടുന്നവര് ചില സ്ഥലത്ത് വെച്ച് ചില സമയത്ത് അവർക്ക് ധർമ്മം അറിയാമെങ്കിൽ പോലും അവർ ധർമ്മം അനുസരിച്ചൊന്നും വരില്ല. അങ്ങനെയുള്ളവരാരാണ്? മദ്യപിച്ചവര്, അഹങ്കാരി, ഭ്രാന്തൻ, ക്ഷീണിതൻ, ക്രോധാക്രാന്തൻ, വിശന്നു വലയുന്നവൻ, തിടുക്കം പിടിച്ചോടുന്നവൻ, ലോഭത്തിന് പിശുക്കിന് വശംവദനായവൻ, ഭയഭീതൻ, ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നവൻ, കാമാന്തൻ, ഇവരിൽ നിന്ന് ധാർമ്മികമായിട്ടുള്ള ജീവിതം പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. ഇനി വിദുരൻ ധൃതരാഷ്ട്രർക്ക് പ്രഹ്ലാദൻ ഉപദേശിച്ചു കൊടുത്ത ഉപദേശങ്ങൾ വിവരിക്കാം.
ഏതൊരു രാജാവാണോ കാമക്രോധങ്ങളെ പരിത്യജിച്ച് ധനത്തെ സത്പാത്രത്തിൽ പ്രതിഷ്ഠിച്ച് ശാസ്ത്രത്തെ നന്നായി അറിയുന്നവനും കാര്യങ്ങൾ വേഗത്തിൽ നിർവഹിക്കുവാൻ കഴിവുള്ളവനും ആയി വർത്തിക്കുന്നത്, അവനെ ലോകത്തിലെ ജനങ്ങൾ അംഗീകരിക്കും. പരിധിക്കപ്പുറം അത്യാഗ്രഹമില്ല, ദേഷ്യമില്ല, നല്ല കാര്യങ്ങൾക്ക് ധനം ഉപയോഗിക്കുന്നു, ധാർമ്മികമായിട്ടുള്ള അറിവ് നല്ലവണ്ണമുണ്ട്, കാര്യങ്ങൾ നല്ലോണം നിർവഹിക്കാൻ അറിയാം, വേഗത്തിൽ നിർവഹിക്കാൻ അറിയാം. അങ്ങനെയുള്ളവർ ബഹുമാനിതരാകുന്നു. തങ്ങളുടെ പ്രജകളുടെ വിശ്വാസത്തെ ആർജിക്കുവാൻ സമർത്ഥനായവനും സ്ഥിരീകരിക്കപ്പെട്ട കുറ്റങ്ങൾക്ക് അർഹിക്കുന്നത്ര മാത്രം ശിക്ഷ നൽകുന്നവനും കരുത്തുള്ളവനും ക്ഷമിക്കേണ്ട കാര്യങ്ങളിൽ ക്ഷമ പ്രകടിപ്പിക്കുന്നവനും സന്മനസ്സുള്ളവനുമായ രാജാവിനെ സമ്പൂർണമായ ഐശ്വര്യം എന്നും ഒരു അടിമയെപ്പോലെ ഐശ്വര്യം രാജാവിനെ സേവിച്ചുകൊണ്ടിരിക്കും. ദുർബലന്മാരെ ഒരിക്കലും അപമാനിക്കാത്തവരും ബലവാന്മാരോട് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കാത്തവരും വേണ്ട സമയത്ത് സ്വന്തം പരാക്രമത്തെ കാണിക്കുവാൻ കഴിവുള്ളവരുമാണ് ധീരന്മാര്. ധീരന്മാരെന്ന് പറയുന്നവര് ദുർബലന്മാരെ അപമാനിക്കാൻ പാടില്ല. യുദ്ധം ചെയ്യേണ്ടി വരികയാണെങ്കിൽ ബലവാന്മാരോട് മാത്രമേ യുദ്ധം ചെയ്യാവൂ. അതേപോലെ എവിടെയെല്ലാമാണോ സ്വന്തം കഴിവും പ്രതിഭയും കാണിക്കേണ്ടത് അവിടെ കാണിക്കണം. അങ്ങനെയുള്ളവനെയാണ് ധീരൻ എന്ന് പറയുക. ആപത്തിൽ അകപ്പെടുമ്പോൾ ഒരിക്കലും ദുഃഖത്തിനടിമയാകാതെ, പ്രത്യുത യാതൊരു ബുദ്ധിഭ്രമവും കൂടാതെ പരിശ്രമശീലത്തോടുകൂടി ആവശ്യമായ സന്ദർഭങ്ങളിൽ ദുഃഖം സഹിക്കാനുള്ള സഹനശക്തിയോടുകൂടി പ്രവർത്തിക്കുന്നവന്റെ ശത്രുക്കൾ നിശ്ചയമായും പരാജയപ്പെടും. ഒന്നുകൂടി അത് വിവരിക്കാം. ആപത്തിൽ അകപ്പെടുമ്പോൾ ദുഃഖത്തിന് അടിമയാകാതിരിക്കുക, ബുദ്ധിഭ്രമം സംഭവിക്കാതിരിക്കുക, നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക, ദുഃഖം സഹിക്കേണ്ടി വന്നാലും അത് സഹിക്കാനുള്ള ചങ്കൂറ്റം ഉണ്ടാവുക. ഇങ്ങനെയുള്ള വ്യക്തിയുടെ ശത്രുക്കള് അവരെ നിയന്ത്രിക്കാൻ ഒരു വിഷമവുമില്ല. ശത്രുക്കളെ പരാജയപ്പെടുക ഇന്ന് ചെയ്യും. ഇങ്ങനെയുള്ള വ്യക്തികളുടെ മുമ്പിൽ അനാവശ്യമായി പരദേശവാസം ചെയ്യുക, മറ്റു നാട്ടിൽ പോയിട്ട് വെറുതെ താമസിക്കുക, പാപന്മാരുമായുള്ള കൂട്ടുകെട്ട്, തിന്മ ചെയ്യുന്ന വ്യക്തികളുമായിട്ട് കൂട്ടുകൂടുക, പരതാരഗമനം, മറ്റുള്ളവരുടെ ഭാര്യയുമായിട്ട് സംഗമിക്കുക, അഹങ്കാരത്തോടു കൂടിയ പെരുമാറ്റം, കളവ്, ചതി, മദ്യപാനം, ഈ വകയൊന്നും ചെയ്യുന്നവൻ സദാ സുഖമായി ജീവിക്കുന്നില്ല. ഈ വകയൊന്നും ചെയ്യാത്തവനാണ് സുഖമായിട്ട് ജീവിക്കുന്നത്. ഇത് ചെയ്യുന്നവൻ ദുഃഖത്തോടുകൂടി ജീവിക്കേണ്ടി വരും. ഏതൊരുവൻ ചോദിക്കപ്പെടുമ്പോൾ യാഥാർത്ഥ്യം തുറന്നു പറയുന്നുവോ, യാഥാർത്ഥ്യം വസ്തുതകൾ തുറന്നു പറയേണ്ട സമയത്ത് തുറന്നു പറയുന്നവൻ, സുഹൃത്തിന് വേണ്ടി വാഗ്വാദം ഒഴിവാക്കുന്ന ആള്, ആദരവ് കിട്ടാതിരുന്നാലും കോപിക്കാതിരിക്കുന്ന വ്യക്തികള്, സദാ വിവേകം കൈവിടാതെ പെരുമാറുന്നവര്, അന്യരുടെ ദോഷങ്ങളെ കാണാൻ ഇഷ്ടപ്പെടാതിരിക്കുന്നവര്, സർവരിലും ദോഷങ്ങളെ കാണാൻ ഇഷ്ടപ്പെടാതിരിക്കുന്നവര്, സർവരിലും ദയയോടുകൂടി പ്രവർത്തിക്കുന്നവര്, സ്വയം ദുർബലനായിരിക്കെ മറ്റൊരാൾക്ക് ജാമ്യം നിൽക്കാതിരിക്കുന്നവര്, ഉച്ചത്തിൽ സംസാരിക്കുന്നവര്, അന്യരുടെ വാദമുഖത്തെ ക്ഷമയോടുകൂടി കേൾക്കുവാൻ തയ്യാറാകുന്നവര്, അത്തരത്തിലുള്ളവര് എന്നും പ്രശംസനീയരായിരിക്കും. വളരെ പോസിറ്റീവായിട്ടുള്ള കുറേ ഗുണങ്ങളെക്കുറിച്ചാണ്, മാനേജ്മെന്റ് ഗുണങ്ങളെക്കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. ഏതൊരുവനാണോ ഔദ്ധത്യത്തോടുകൂടി വേഷധാരണം ചെയ്യുന്നത്, നല്ല രീതിയിൽ വേഷധാരണം ചെയ്ത് അന്യരോട് തൻ്റെ പൗരുഷത്തെ ആത്മപ്രശംസ ചെയ്യാതിരിക്കുന്നത്, കോപാവിഷ്ടനാകുമ്പോൾ കൂടി കടുത്ത വാക്കുകൾ പറയാതിരിക്കുന്നത്, ആ പുരുഷനെ ലോകമെന്നും സ്നേഹത്തോടുകൂടി സ്വീകരിക്കുന്നു. ഏതൊരുവനാണോ ശാന്തമായി തീർന്ന വൈരത്തിന്റെ അഗ്നിയെ വീണ്ടും ജ്വലിപ്പിക്കാതിരിക്കുന്നത്, കോപം വന്നാലും അത് കെട്ടടങ്ങിക്കഴിഞ്ഞ് വീണ്ടും കോപം ജനിപ്പിക്കാതിരിക്കുന്നത്, ആരാണോ അഹങ്കരിക്കാതെ ജീവിക്കുന്നത്,
ആരാണോ അന്യരിൽ ദോഷത്തെ കണ്ടുപിടിക്കാതിരിക്കുന്നത്, ആരാണോ താൻ ആപത്തിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന് കരുതി അനുചിതമായ കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നത്, അത്തരം വ്യക്തികളെ ഉത്തമശീലന്മാരായ വിദ്വാൻമാര് എന്ന് വ്യാഖ്യാനിക്കുന്നു. ഏതൊരുവനാണോ സ്വന്തം സുഖത്തിൽ മതുമറന്ന് ആഹ്ലാദിക്കാതിരിക്കുന്നത്, ഏതൊരു വ്യക്തിയാണോ അന്യരുടെ ദുഃഖത്തിൽ സന്തോഷിക്കാതിരിക്കുന്നത്, ഏതൊരു വ്യക്തിയാണോ ദാനം ചെയ്തതിന് ശേഷം അതിനെപ്പറ്റി വിചാരിക്കാതിരിക്കുന്നത്, അത്തരത്തിലുള്ള വ്യക്തികൾ സത്പുരുഷന്മാരാണ്. ഏതൊരുവൻ അതാത് ദേശത്തെ വ്യവഹാര രീതികൾ, ആചാരമര്യാദകൾ, ജാതി കർമ്മങ്ങൾ ഇത്യാദികൾ അറിഞ്ഞു വെക്കുന്നുവോ അദ്ദേഹം ലോകകാര്യങ്ങളെപ്പറ്റി അറിവുള്ളവനായിത്തീരുന്നു. തന്മൂലം അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ തൻ്റെ ആധിപത്യം സ്ഥാപിക്കുന്നു. ഏതൊരുവനാണോ ബുദ്ധിമാൻ, ദമ്പം, ഏതൊരു ബുദ്ധിമാനാണോ ദമ്പം, മോഹം, മാത്സര്യം, പാപകർമ്മങ്ങൾ, രാജദ്രോഹം, പരവഞ്ചന, സാമുദായിക വൈരം ഇവകൾ ചെയ്യാതിരിക്കുന്നത്, ആരാണോ മദ്യപാനം കൊണ്ട് ഉന്മത്തനാകാതിരിക്കുന്നത്, ആരാണോ ദുർജനങ്ങളുടെ സംസ്കാരം അവരുടെ സംബന്ധവും കൊണ്ട് അഹങ്കരിക്കാതിരിക്കുന്നത്, അല്ലെങ്കിൽ ദുർജനങ്ങളുടെ ബന്ധം വളരെയധികം നല്ലതായിട്ട് കണക്കാക്കുന്നത്, എന്നിവരുമായിട്ട് വാഗ്വാദത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒഴിവാക്കുക, അദ്ദേഹം ശ്രേഷ്ഠൻ തന്നെയാണ്. അപ്പോ ബുദ്ധിമാൻ അഹങ്കാരവും മോഹവും മാത്സര്യവും തിന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളും രാജ്യദ്രോഹവും പരവഞ്ചനയും സാമുദായിക വൈരവും തുടങ്ങിയ നെഗറ്റീവുകൾ ജീവിതത്തിൽ പകർത്താതിരിക്കുന്ന വ്യക്തികളാണ് ശ്രേഷ്ഠന്മാരായിട്ടുള്ളത്. പ്രണാമം, നമസ്കാരം.